ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്, വട്ടപ്പാറ. അപ്പോൾ അവിടെ 2 ദിവസം പോയി നിന്നോളാൻ ചേട്ടൻ പറഞ്ഞു. ചേട്ടൻ നാളെ ഒരു അമ്പലം വരെ പോകണം. അങ്ങനെ ഞാൻ 2 ദിവസത്തേക്ക് ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടി വന്നു. ഇതാണ് എൻ്റെ അമ്മയുടെ വീട്. അമ്മയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് വെച്ചിട്ടുണ്ട്. വീട് കാണിക്കുകയാണെങ്കിൽ ഒരു 45 വർഷത്തെ പഴക്കമുണ്ട് ഈ വീട്. 45 കൂടുന്നെങ്കിലേ ഉള്ളൂ. ഒരു കാര്യം കൂടി, ഇവിടുത്തെ കുറച്ച് ഫലങ്ങൾ കാണിച്ചു തരാം. പപ്പായ ഉണ്ട്, പിന്നെ ഇത് നമ്മുടെ കാപ്പിക്കുരു നമ്മൾ ഉണക്കി നമ്മുടെ ചന്തയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ പൈസ തരും. കാപ്പിക്കുരുവിന് നല്ല റേറ്റാണിപ്പോൾ. അപ്പോൾ അമ്മ അതൊക്കെ ചെയ്യും, ഉണക്കി കൊണ്ട് കൊടുക്കും. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കാപ്പിക്കുരു. നിങ്ങളവിടെ ഉണ്ടോ? ഇത് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാനതിനെ കളഞ്ഞു. അടുത്തതായി പൂവ്, റോസാപ്പൂ. ഇത് നമ്മുടെ ജാമ്പയ്ക്ക നമ്മുടെ വീടുകളിലുള്ള റോസ് ജാമ്പയ്ക്ക അല്ല, നല്ല വെള്ള വലിയ ജാമ്പയ്ക്കയാണ്. ഇതിൻ്റെ പൂ അടിപൊളിയാണ് ഫ്രണ്ട്സ്, ഇത് കാണണം. ഇതിൻ്റെ പൂ പക്ഷേ ഇതിലില്ല. ഞാൻ നോക്കി നിങ്ങൾക്ക് കാണിച്ചു തരാൻ, പക്ഷേ ഇല്ല. ഇത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെ ചരിഞ്ഞ് നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ കാറ്റത്ത് ചരിഞ്ഞതാണ്. പിന്നെ പുളിഞ്ചിക്കയെല്ലാം ഏകദേശം തീർന്നു, ആ ഒരൊറ്റൊരെണ്ണേ ഉള്ളൂ. ചക്ക ഏകദേശം പരുവായി വരുന്നു. ഒരാഴ്ച കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വറുക്കാനുള്ള പരുവാവത്തേ ഉള്ളൂ. കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് ഞാൻ നടന്ന് നീങ്ങിയപ്പോൾ അയണിച്ചക്ക പൂർണ്ണമായിട്ട് തീർന്നു. ഒരു 2-3 താഴെ വീണ് കിടപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അയണിച്ചക്കയുടെ അപ്പുറത്തോട്ട് ചെറിയൊരു എന്താ പറയുക, കണിക്കൊന്ന മരത്തിൻ്റെ ഇതിലൊക്കെ കുറേ ചിത്രശലഭം. ഞാൻ ചെന്നപ്പോൾ ഒന്നിനെ കാണിക്കാനാണ് വിചാരിച്ചത്, പക്ഷേ നിങ്ങൾക്ക് കാണാമോ, ഇവിടെ 2-3 ഉണ്ട്. വെള്ള, പിന്നെ ഒരു മഞ്ഞ. വെള്ളയുടെ പിറകെ പോയപ്പോൾ ഒരു ആഷ് കളറിൻ്റെ ഒരു ചിത്രശലഭത്തിനെ കണ്ടു. മഞ്ഞ, കൂടുതലും മഞ്ഞയാണ് ഞാൻ കണ്ടത്. മഞ്ഞ അവരവരുടേതായ ലോകത്ത് നല്ല ഹാപ്പി ആയിട്ട് പറന്ന് നല്ല കളിച്ചൊക്കെ നടക്കുകയാണ്. ഇതൊരു കുഞ്ഞു മഞ്ഞ ബട്ടർഫ്ലൈ ആണ്. അതെന്തോ ഒരു പൂവാണ്. അതിൻ്റെ അവിടെ മൊത്തം ഇതുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇഷ്ടം പോലെ ചിത്രശലഭം. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇത് നമ്മുടെ തെറ്റിപ്പഴം എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ ഇനി എന്തെന്ന് പറയും? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നിങ്ങൾക്കറിയാമെങ്കിൽ. കണ്ടോ, ഇതാണ്. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ അമ്മയുടെ വീട്ടിലുള്ള വിശേഷങ്ങൾ. അതിനെയും ഞാൻ കളഞ്ഞു. ഓക്കെ, ഇത് നമ്മുടെ തെറ്റിപ്പൂവ്, മഞ്ഞ. അങ്ങനെ ഞാൻ അകത്ത് കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മുറ്റത്തോട്ടിറങ്ങിയപ്പോൾ ചാറ്റൽ മഴ ആരംഭിച്ചു. പിന്നെ നോക്കണ്ടല്ലോ, ഇന്ന് രാത്രി വരെ നല്ല ചാറ്റൽ മഴയായിരിക്കും. ഇന്നലെ മുതലും നല്ല ചാറ്റൽ മഴയായിരുന്നു. ഈ ചാറ്റൽ മഴ പെയ്താനുള്ള പ്രശ്നം, വലിയൊരു മഴ പെയ്തങ്ങ് തോരുന്ന പോലെയല്ല. ഏത് നേരം നോക്കിയാൽ നമുക്ക് വെളിയിൽ ഒരു കാര്യവും ചെയ്യാൻ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. പുറത്ത് പോകുന്നവരൊക്കെ കോട്ടും കുടയും ഒക്കെ എടുത്തുകൊണ്ടൊക്കെ പോവുക. ഒരു മരത്തിൻ്റെ ചൂടുകളിലും വണ്ടികളൊന്നും വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ സേഫാണ്. പിന്നെ കുറച്ച് നേരം മഴയത്തൊക്കെ മഴത്തുള്ളികൾ ഇങ്ങനെ കയ്യിൽ വീഴുന്നുണ്ടോ എന്ന് നോക്കിയിരുന്നപ്പോൾ 2-3 തുള്ളി വീണു. അതാണ് ഈ കാണുന്നത്. കുറച്ചൊരു 5 മിനിറ്റൊക്കെ ഞാൻ ഇതുപോലെയൊക്കെ ഇങ്ങനെ മഴയത്ത്, മാനം പക്ഷേ നല്ല വെളുത്തിട്ടാണ്, പക്ഷേ മഴ പെയ്യുമ്പോൾ നല്ല കറുത്തിട്ട് വരണ്ടേ, പക്ഷേ അത്രയ്ക്കൊന്നും ഇല്ല. നിങ്ങൾ ചാറ്റൽ മഴ കാണിക്കാൻ തന്നെ ഇറങ്ങിയപ്പോഴത്തേക്കും ചാറ്റൽ മഴ പോയി. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞാൻ മഴയത്തിങ്ങനെ ഷോയൊക്കെ കാണിച്ച്, പട്ടി ഷോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മഴ എന്ന് വെച്ചാൽ കനത്തു. ഒരു മഴ ഒന്ന് കനത്ത് വന്നു. പിന്നെ എൻ്റെ വണ്ടിയൊക്കെ നല്ലവണ്ണം നനഞ്ഞു. അപ്പോഴാണ് വണ്ടി നോക്കിയപ്പോൾ എൻ്റെ ഹെൽമെറ്റ് വണ്ടിയിലായിരുന്നു. പിന്നെ അതിനെ എടുത്ത് അകത്ത് കയറി സോഫ സെറ്റ് വയ്ക്കാനും കണ്ടില്ലേ, അപ്പോഴാണ് ഞാൻ ഒരാളെ കണ്ടത്. എന്നെ കണ്ടത് ഓടി. അതെല്ലാം ദൈവത്തിൻ്റെ പടങ്ങളും അമ്മ നാമം ജപിക്കുന്ന ബുക്കായിരുന്നു. അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. അങ്ങനെ അതിനിപ്പോൾ തൊഴുത് ഞാൻ ഈ പൂച്ചയ്ക്ക് 2 വഴക്ക് കൊടുത്തു. കാര്യം നമ്മൾ കണ്ടില്ല, എപ്പോഴും കയറി കിടന്നോന്തോ അതൊന്നും കണ്ടില്ല. എനിക്കൊന്ന് മഴ ആയതുകൊണ്ട് ഡോർ തുറന്നു കിടന്നതും കൊണ്ട് കയറി ഇതായതായിരിക്കും, തണുപ്പല്ലേ. അങ്ങനെ അതിപ്പോൾ പറയുമായിരിക്കും, നീ വന്നതിന് ശേഷം എനിക്കിപ്പോൾ ഒരു സ്വൈര്യം ഇല്ലല്ലോ എന്നുള്ള രീതിക്ക്, എന്നുള്ള മൈൻഡിലൊക്കെയാണ് നിൽക്കുന്നത്. കുറേ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ മഴ കനത്തു, നല്ല രീതിക്ക് മഴ കനത്തു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല എൻ്റെ പപ്പായ ഞാൻ മുറ്റത്തിൻ്റെ നേരെ ഫ്രണ്ടിലാണ്. ഞാൻ ആ വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ചിട്ടില്ലേ, ആ പപ്പായയാണ് കാണുന്നത്. പിന്നെ അങ്ങോട്ട് ഇപ്പുറത്തോട്ടൊക്കെ അമ്മയുടെ കാപ്പിക്കുരു കൃഷിയാണ്. അതൊരു എങ്ങനെ പോയാലൊരു 10-20 മൂടോളം കാണും കാപ്പിക്കുരുവിൻ്റെ കൃഷി.
പിന്നെ വണ്ടിയൊക്കെ നനഞ്ഞു. വണ്ടി ഒരു 2 ആഴ്ചയായി കഴുകിയിട്ട്. അങ്ങനെ വണ്ടിയൊക്കെ നല്ലവണ്ണം കഴുകി